അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ശുദ്ധ റമദാനിലെ ഓരോ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഒരു റമദാൻ അനുഭവം ഞാനിപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ റമദാൻ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. എനിക്കുള്ള അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നിങ്ങൾ തന്നെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളും ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ആളുകൾ, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് നോമ്പ് തുറന്ന് പോകണം എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാണ്, ഡെലിവറി ബോയാണ്, അങ്ങനെയുള്ള കുറേ ആളുകൾ ഇതുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നിങ്ങളിൽ ഓരോരുത്തരും കൃത്യമായ ചില തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുതിയ തലത്തിലുള്ള ഒരു റമദാൻ അനുഭവം നേടിയെടുക്കണമെന്ന ആഗ്രഹം കൂടി ഉള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോമിലെ സർവേയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ തീരുമാനങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഖുർആന്, സൂറത്ത് കഹഫ് മുഴുവൻ മനപ്പാടാക്കും അല്ലെങ്കിൽ പാരായണം ചെയ്യും എന്ന് തീരുമാനിച്ചവരുണ്ട്. സൂറത്ത് യാസീൻ പഠിക്കുമെന്ന് തീരുമാനിച്ചവർ കൂട്ടത്തിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയൊരു കമൻറ്റ്, ഞാൻ തഹജ്ജുദിന് ശേഷം എൻ്റെ മൈൻഡിൽ കുറച്ചുകൂടി എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഫോക്കസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് ഒരാളിതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യത്യസ്ത ആളുകളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഈ രീതിയിലുള്ള ധാരാളം റമദാൻ അനുഭവങ്ങൾ നേടിയെടുക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ കൂട്ടത്തിലെല്ലാം ഉണ്ടാവുക. അത് നമുക്കൊരിക്കലും ഇത്രയൊക്കെയാണ് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് പോലും വിശദീകരിക്കാൻ കഴിയില്ല. ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും അവരുടെ റമദാൻ അനുഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അതിനെ വിശദീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. അതിൽ വളരെ രസകരമായ ഒരു റമദാൻ അനുഭവം പറയുന്നത്, ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, റമദാനിലെ ഓരോ അക്ഷരങ്ങളും ഞങ്ങൾക്ക് അനുഭവമായിരുന്നു എന്ന് പറയാറുണ്ട്. റമദാൻ എന്നുള്ളതിൽ 5 അക്ഷരങ്ങളാണ് ഉള്ളത് അറബിയിൽ. ഒന്നാമത്തേതാണ് റാ ആണ്. എന്താണ് റാ എന്ന് സൂചിപ്പിക്കുന്നത്? റിളം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി നേടിയെടുക്കുക എന്നുള്ള ആഗ്രഹമാണ്. രണ്ടാമത്തേത് മീമാണ്. മീം ഫോർ മഹബ്ബത്ത്. മഹബ്ബത്ത്, അള്ളാഹുവിനോട് വല്ലാത്ത മഹബ്ബത്ത് ഉണ്ടാവുക, അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ടാവുക. ദ്വാദ്, മൂന്നാമത്തെ അക്ഷരം. ലമാൻ, ഗ്യാരണ്ടിയാണ്. അള്ളാഹുവിലൊരു പ്രതീക്ഷയുണ്ടാവുക, എനിക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാവുക, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഓരോ റമദാൻ കഴിയുമ്പോഴും എൻ്റെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ അലിഫാണ്, അത് ഉൽഫത്ത്, ഇണക്കം, അള്ളാഹുവുമായിട്ട് ഇണങ്ങുക. ഇങ്ങനെ ഒരു റമദാനിലൂടെ എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേരുന്ന ഇഫ്താർ സംഗമങ്ങളിൽ മുസ്ലിം സമുദായങ്ങളുമായി ഇണങ്ങാനുള്ള അവസരം കിട്ടുക. അവസാനമായി പറയുന്നത് നൂൻ. നൂൻ ഫോർ നൂർ. നൂറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രകാശം. ആ പ്രകാശം ഖുർആനിനാൽ പ്രകാശിതമാകുന്നതാണ്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ നമ്മളിതിനൊക്കെ അടിസ്ഥാനപരമായി ഇത് നേടിയെടുക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചര്യ എന്ന് പറയുന്നത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ ഇതൊന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ്. ഈ ആയുധം എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ആയുധത്തിന് എത്ര തന്നെ ശക്തി ഉണ്ടെങ്കിലും ആയുധം ഉപയോഗിക്കുന്ന ആള് അതിന് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ആ ശക്തി കൊണ്ടൊരു കാര്യമല്ല. എത്ര വലിയ അപ്ഗ്രേഡഡ് ആയ ഒരു ആയുധമാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. ഇനി അത് ഉപയോഗിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ തന്നെ നിരന്തരം അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ അതുകൊണ്ട് പ്രത്യേക ഗുണം ഉണ്ടാവില്ല. ഇതുപോലെയാണ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ എന്ന് പറയുന്നത് നമ്മുടെ ദിവസവും ഉള്ള ഒരു ചര്യയായി മാറണം.
നിങ്ങൾക്ക് ധാരാളമായി പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ സാമ്പത്തികമായ അവസ്ഥയെക്കുറിച്ച്, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളെക്കുറിച്ച്, നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ആ പറയാനുള്ള, ചോദിക്കാനുള്ള അവസരം അല്ലാഹു നമ്മളുടെ മുമ്പിൽ ഇട്ടു തരികയാണ്. അത് കോൺഫിഡൻസോടുകൂടി ചോദിക്കാനും നമുക്ക് കഴിയണം. ഞാൻ അവസാനിപ്പിക്കാം. ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഡോക്ടർ ഇഷാൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, പാകിസ്ഥാനിലെ വളരെ അറിയപ്പെട്ട ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ലാഹോറിൽ അദ്ദേഹത്തിന്റെ ഒരു സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്ര പക്ഷേ പ്രതികൂലമായ ഒരു കാലാവസ്ഥ കാരണം ആ ഫ്ലൈറ്റ് സാധാരണ ലാൻഡ് ചെയ്യുന്നതിന് പകരം മറ്റൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു. അങ്ങേയറ്റം അദ്ദേഹം പ്രയാസപ്പെട്ടു. ഫോണിലൊരു റേഞ്ച് പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ്. ഈ വിവരം ഒന്ന് വിളിച്ചു പറയെങ്കിലും വേണം. അങ്ങനെ അദ്ദേഹം എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തി. ഫ്ലൈറ്റിന്റെ അതോറിറ്റി അവർക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ടാക്സി തൽക്കാലം കുറച്ചെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ചെയ്തു കൊടുത്തു. പക്ഷെ വീണ്ടും യാത്ര പ്രളയത്തിലും അതുപോലെ പേമാരിയും ഒക്കെ ആയിട്ട് വീണ്ടും സ്ട്രഗിൾ ചെയ്തു. ആ യാത്ര നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഈ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടി തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു വീടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയും അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു ഉമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ പ്രാർത്ഥന കഴിയാൻ, നമസ്കാരം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അദ്ദേഹം കാത്തിരുന്നിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൺ സൗകര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ട്, എനിക്കൊന്ന് വിളിക്കണം, ഫോൺ വിളിക്കണം. ഇവിടെ അതൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഞാൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ഉമ്മയുടെ തൊട്ടടുത്ത് ഒരു ചെറിയ കുട്ടി എന്തോ ഒരു അസുഖം പിടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ഡോക്ടർ ഇഷാൻ ചോദിച്ചു, എന്താണ് അവന്റെ പ്രശ്നം? അപ്പൊ അവര് പറഞ്ഞു, ഇവന്റെ രക്ഷിതാക്കൾ, അതായത് ഈ കുട്ടി പേരക്കുട്ടിയാണ്. അപ്പൊ എന്റെ ഉമ്മയും ഉപ്പയും, ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടിട്ടുണ്ട് ഒരു ആക്സിഡന്റ്. പിന്നീട് ഈ കുട്ടിയെ വളർത്തുന്നത് ഈ വല്യുമ്മയാണ്. കുറെ കാലമായിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ സമ്പത്തും വിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങേയറ്റം ഇവർ പ്രയാസപ്പെടുന്നുണ്ട്. ഇതൊരു മാറാരോഗമാണ്. ആ ഇടക്കാണ് അങ്ങേയറ്റം കഴിവുള്ള ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ഇഷാൻ. അവരുടെ ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു പരിധി വരെ ചികിത്സ ലഭിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്റെ നിരന്തരമായ പ്രാർത്ഥന അതാണ്. ഞാൻ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് ഈ സംഭവം കേൾക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തി ആ കുട്ടിയുടെ ചികിത്സ നേടിയെടുത്തു. ഇതൊരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു കഥയല്ല. ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ യാഥാർത്ഥ്യമാണ്. ആ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പടച്ച തമ്പുരാൻ ഉത്തരം നൽകിയതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചോദിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ അള്ളാഹ് ആ ചോദ്യവും തേടി ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ ചോദ്യം എപ്പോഴാണോ നിലക്കുന്നത്, ആ നിലക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരും. അതല്ല, നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ മലക്കുകളെ പ്രത്യേകമായി അയച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ തീരുമാനങ്ങളെ നമ്മളിൽ തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ അത് നിരന്തരമായി തേടാനും പ്രാർത്ഥിക്കാനും ചോദിക്കാനും എണ്ണി പറയാനും ഇന്നത് വേണമെന്ന് പറയാനും നമ്മൾ തയ്യാറാവണം. അതിലൊരു മടിയും ഒരു കുറവും ഒരിക്കലും പാടില്ല. മറ്റുള്ള ആളുകളോടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആളുകൾക്ക് ദേഷ്യം വരും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെയുള്ള ഒരാളോട് നിരന്തരം ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ സിനാനോട് ദിവസം കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ സിനാനൊരു 10 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു ദേഷ്യം വരും. അത് മനുഷ്യന്റെ പ്രകൃതാണ്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെയല്ല. അള്ളാഹു എത്രത്തോളം നമ്മൾ ചോദിക്കുന്നു അത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അത്രമാത്രം മഹബത്ത് അള്ളാഹു നമുക്ക് നൽകും. ആ റമദാനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മഹബത്തും ആ റിദ്വാനും അള്ളാഹുവിലുള്ള ആ ഗ്യാരണ്ടിയും ആ ഉൽഫത്തും ആ നൂറും നേടിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളുടെ കോഴ്സ് പാർക്കിലെ ഇഫ്താർ മീറ്റ് ഉണ്ട്. കുറെ ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് പോകണമെന്നാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇനി ആർക്കെങ്കിലും അതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ച് സമയം കൂടി നമ്മൾ തരുന്നുണ്ട്. ഇഷാവോട് കൂടിയിട്ട് ഞങ്ങളത് ക്ലോസ് ചെയ്ത് അതിൻ്റെ യാത്രയുടെ സൗകര്യങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ആളുകൾ അതിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് ചേരാനും അത് ഒരു പ്രോഗ്രാം എന്നതിനപ്പുറം ഒരു പ്രസംഗമോ അങ്ങനെ ഒന്നുമല്ല, മറിച്ച് കുറച്ച് നെറ്റ്വർക്കിംഗ് എന്നുള്ള അർത്ഥത്തിൽ കിട്ടുന്നൊരു അവസരം കൂടിയായിരിക്കും. ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളതിൽ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കണം. കുറച്ച് ദൂരമുള്ളത് കൊണ്ടാണ് നമ്മളിവിടുന്ന് പ്രത്യേകം യാത്ര സൗകര്യം ഏർപ്പെടുത്തുന്നത്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനസ്തഗ്ഫിറുല്ലാഹ വനസ്അലുക്കൽ ജന്നത.